ബ്രേക്കപ്പ് ചെയ്തത് കാരണം ഒരു പെൺകുട്ടിയെ ഒരു യുവാവ് കൊലപ്പെടുത്തിയ വാർത്ത നിങ്ങൾ കണ്ടു കാണും. കേരളത്തിൽ 2 വർഷത്തിനിടയിൽ വാർത്തകളിൽ മാത്രം നമ്മൾ കണ്ടത് ഇത്തരത്തിലുള്ള 14ഓളം കേസുകളാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കടിയിൽ വന്ന കമന്റ്സ് കാണുമ്പോൾ ഇതിന്റെ കാരണമായി ചിലർ ഉണ്ടാക്കിയെടുത്ത ചില തിയറികൾ നമുക്ക് കാണാൻ കഴിയും. പെൺകുട്ടികൾ പ്രണയിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിക്കണം, അല്ലാതെ പ്രണയിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ പാവം ആണുങ്ങൾക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഒരു തിയറി. തേപ്പ് എന്ന് മലയാളികൾ ഓമനിച്ച് വിളിക്കുന്ന ബ്രേക്കപ്പ് പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒന്നാണ്. ആൺകുട്ടികൾ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. അവർ പെൺകുട്ടികളെ ഒരിക്കലും തേക്കാറേയില്ല. ഇങ്ങനെ പെൺകുട്ടികൾ ആൺകുട്ടികളെ തേക്കുന്നത് കൊണ്ടാണ് അവർക്ക് പെൺകുട്ടികളെ കൊല്ലേണ്ടി വരുന്നത്. അതാണ് അടുത്ത തിയറി. മറ്റൊരു കണ്ടെത്തൽ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളിലെ പാളിച്ചയല്ല, മറിച്ച് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആൺകുട്ടികളെ അട്രാക്ട് ചെയ്ത് അവരെ പ്രണയത്തിൽപ്പെടുത്തി പിന്നീട് വഞ്ചിക്കുന്നത് കൊണ്ടാണ് പാവം ആൺകുട്ടികൾക്ക് അവരെ കൊല്ലേണ്ടി വരുന്നത്. അടുത്ത ന്യായീകരണം ഇതിനെല്ലാം കാരണം ക്ലാസ് ഡിഫറൻസ് ആണ് എന്നതാണ്. അതായത് പണമുള്ള പെൺകുട്ടിയും പണമില്ലാത്ത ആൺകുട്ടിയും പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലാസ് ഡിഫറൻസ് കാരണമാണത്രേ അവൻ അവളെ കൊല്ലേണ്ടി വരുന്നത്, അല്ലാതെ പ്രണയത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമുക്കുള്ള ബോധമില്ലായ്മ കാരണമല്ല. മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളെ മാക്സിമം സെൻസേഷണലൈസ് ചെയ്ത് അവതരിപ്പിക്കാൻ ഇത്തവണയും ഒട്ടും മറന്നിട്ടില്ല. ചില യൂട്യൂബ് ചാനലുകളിൽ ഈ വാർത്തയെ പരമാവധി സെൻസേഷണലൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് സീരീസുകളായി തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. മരിച്ച വ്യക്തിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കാണെന്ന് തോന്നുന്നു ഇത്തരം ആളുകൾ ആദ്യം ഓടിച്ചെല്ലുക. മാക്സിമം ഫോട്ടോസ് കളക്ട് ചെയ്ത് വീഡിയോസ് ഒന്നിനു പുറകെ ഒന്നായി ഇമോഷണൽ തമ്പനെയിലുകളും സംശയ തമ്പനെയിലുകളും ഒക്കെയായി ഇട്ടുകൊണ്ടേയിരിക്കാനുള്ളതാണല്ലോ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിൽ ബാധിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് എന്തും എഴുതി പിടിപ്പിക്കാം, ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്നൊരവസ്ഥയാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പലരും അത് മാക്സിമം മുതലെടുക്കുന്നുമുണ്ട്. നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ഇമോഷണൽ ആഘോഷങ്ങളുടെ ഇര നാളെ നമ്മളിൽ ആരെങ്കിലും ആകാം, നമ്മുടെ വേണ്ടപ്പെട്ടവരാകാം. ഒരു ക്രൈം ഉണ്ടാകാനിടയായ സാഹചര്യം, ആ ക്രൈം ആ സമൂഹത്തിൽ ആവർത്തിക്കുന്നതിനുള്ള കാരണം, മീഡിയ ക്രൈമിനെ നോക്കിക്കാണുന്ന രീതി, പ്രചരിപ്പിക്കുന്ന രീതി, ഇതൊക്കെയും നിയമത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ മെയിൻ സ്ട്രീം മീഡിയ പോലും അതിനെ മാക്സിമം മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നോ, എന്തിനാണ് ബ്രേക്കപ്പ് ആയത് എന്നതിനൊക്കെയാണ് മീഡിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരാളെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ അവർ തമ്മിൽ പ്രണയമായിരുന്നെങ്കിൽ അതെങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത്? അവർ തമ്മിൽ എന്തിനാണ് ബ്രേക്കപ്പ് ആയത് എന്നതിന് എന്താണ് ഇവിടെ പ്രസക്തി? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളുടെ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ടുള്ള തമ്പനെയിൽസും ഉള്ളടക്കവും കണ്ടാൽ എന്തിനാണ് ഇവർ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതെന്ന കാര്യത്തിൽ വരെ നമുക്ക് സംശയം തോന്നും. പ്രണയപ്പകയുടെ ചോരക്കറ. പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് മൂത്ത സഹോദരനെ പോലെ അവൻ അവളുടെ ജൂനിയേഴ്സിനെ ഉപദേശിക്കാറുണ്ടായിരുന്നത്രേ. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് വാർത്തകളുടെ പോക്ക്. ഒരു വ്യക്തിയോട് ഇനി മുതൽ തന്നെ ശല്യം ചെയ്യരുതെന്ന് പറയുക, അതിനുശേഷം വീണ്ടും ശല്യം ചെയ്തപ്പോൾ പോലീസിൽ അറിയിക്കുക. ഇതിൽ കൂടുതൽ എന്ത് ന്യായമാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയെ പിന്തുടർന്ന് കൊലപ്പെടുത്തിയ ഒരാളെ എങ്ങനെയൊക്കെയാണ് സമാന മനസ്കർ ന്യായീകരിക്കുന്നതെന്ന് ചില കമന്റ്സിലൂടെ നമുക്ക് നോക്കാം. കൊല്ലണം, തേച്ചു കഴിഞ്ഞാൽ കൊന്നുകളയണം, സൂപ്പർ ബ്രോ. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. എന്തെങ്കിലും കാരണം കൊണ്ട് ബ്രേക്കപ്പിന് ശ്രമിച്ചാൽ കൊല്ലാൻ നടക്കുന്നവരും കൊല്ലുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും കുറച്ചൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. ടോക്സിക് ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോഴത്തെ മീഡിയ സംസ്കാരവും ഇതിനൊരു കാരണമാണ്. നിങ്ങളെ തേച്ചാൽ കൊന്നുകളയണമെന്ന് ഇവരൊന്നും ഡയറക്റ്റായി പറയില്ല, പക്ഷെ അവരുടെ സ്ഥിരമായുള്ള തേപ്പ് കോണ്ടന്റിലൂടെ ഇത്തരം ആളുകളെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ക്യൂസ് അവർ പുറത്തുവിടുന്നുണ്ട്. എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ അവസാനിക്കണമെന്ന മഹത്തായ ആദർശം നൽകുന്ന പൈങ്കിളി ഷോർട്ട് ഫിലിമുകളും നമ്മുടെ യുവ സമൂഹത്തെ ബാധിക്കുന്നത് കുറച്ചൊന്നുമല്ല. സ്ത്രീകൾ മാറി തുടങ്ങിയെന്നും അഭിപ്രായങ്ങൾ പങ്കുവെച്ചു തുടങ്ങിയെന്നും അംഗീകരിക്കാൻ ഇത്തരം ആളുകൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്നും വന്ന് സ്കെച്ച് ചെയ്ത് വെടിവെച്ചു കൊന്നു, പെണ്ണ് തേച്ച് കാണും. ഈ കൊലയിലുള്ള അദ്ദേഹത്തിന്റെ സന്തോഷം ഈ 2 സ്മൈലുകളിൽ കാണാം. തേച്ചതിനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നന്നായി പോയി, അല്ലാതെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനല്ലല്ലോ. പ്രണയാഭ്യർത്ഥന നിരസിച്ചിട്ട് കൊല്ലുന്നത് മോശമാണ്, പക്ഷെ തേച്ചിട്ട് കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല അത് വളരെ നല്ലൊരു കാര്യവുമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പേടിക്കേണ്ട ആളുകളും ചിന്താരീതിയുമാണ് ഇതൊക്കെ. ഇത്തരം ചിന്തകൾ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബ്രേക്കപ്പ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അബ്യൂസീവ് ആയ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്നതാകാം, അതല്ലെങ്കിൽ ചീറ്റിംഗ് ആകാം, അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒത്തുപോകാൻ കഴിയാത്തതാകാം. ഇതിലേത് കാരണം കൊണ്ടാണെങ്കിലും മറ്റേ വ്യക്തിക്ക് ചിലപ്പോൾ തന്നെ ചതിച്ചതായി തോന്നാം. എന്നാൽ ഇതിലേത് കാരണം കൊണ്ടാണെങ്കിലും അത് നേരിടാൻ കഴിയാതെ കൊല്ലാൻ നടക്കുന്നവർ ഒരു റിലേഷൻഷിപ്പിന് യോഗ്യരല്ല. അങ്ങനെ കൊല്ലാൻ നടക്കുന്നവർ അല്ലെങ്കിൽ കൊല്ലുന്നതാണ് ശരിയെന്ന് കരുതുന്ന കുറേയധികം പേർ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിലും ഉണ്ടെന്നത് ഈ ആത്മഹത്യാ കൊലപാതക ആഘോഷ വീഡിയോകൾക്കപ്പുറം ഇത്തരം കാര്യങ്ങളെ ഇനിയെങ്കിലും സീരിയസ് ആയി നോക്കിക്കാണാനുള്ള ഒരു വാണിംഗ് ആണ്. അടുത്ത കുറച്ച് കമന്റുകൾ കൂടി നോക്കാം. നന്നായി പോയി, ഒരു സങ്കടവും തോന്നുന്നില്ല. ചിലരൊക്കെ അങ്ങനെയാണ്, പട്ടിയെ പോലെ പുറകെ നടന്നാലും ഒരു സ്നേഹവും തിരിച്ചു തരാത്ത സൈസുകൾ. ചിലർക്കത് ഭ്രാന്തായി മാറും.
പട്ടിയെ പോലെ പുറകെ നടന്നാൽ അങ്ങ് സ്നേഹിച്ചോളണം, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്തായി നിങ്ങളെ കൊല്ലുമത്രേ. സ്റ്റോക്കിംഗ് ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം ചിന്താരീതിയാണെന്ന് തോന്നുന്നു. പട്ടിയെ പോലെ പുറകെ നടക്കൽ, ഭ്രാന്ത്, കൊല ഇതൊക്കെയാണ് പ്രണയം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ തിരിച്ചു ചിന്തിപ്പിക്കാൻ പ്രണയവും ബ്രേക്കപ്പും സിലബസിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പെണ്ണുമായി ലവ് ആയിരുന്നില്ലേ, തേച്ചപ്പോഴല്ലേ കൊന്നത്? അടുത്ത കമന്റാണ്. ഇതൊരു വളരെ സ്വാഭാവികമായ കാര്യമല്ലേ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അടുത്ത കമന്റ് ഇങ്ങനെയാണ്: അവനെ പറ്റിച്ചപ്പോൾ അവൻ കൊന്നതായിരിക്കും ആ പെണ്ണിനെ, അവനാണ് ഭേദം, എന്താണേലും ആസിഡ് ഒന്നും ഒഴിച്ചില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ആസിഡ് ഒഴിക്കാതെ അവളെ കൊന്നത് ആ ചെക്കന്റെ മാന്യതയാണ്. അടുത്ത കമന്റ് ഇതിനേക്കാൾ ഭീകരമാണ്. അതിങ്ങനെയാണ്: അവനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവനെ അവൾ തേച്ചു, അതിന്റെ പേരിൽ അവളുടെ ജീവൻ അവനെടുത്തു, അവന്റെ ജീവനും അവനെടുത്തു. അവളെ കൊന്നിട്ട് അവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവനെ കുറ്റപ്പെടുത്താമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇത്തരം കമന്റുകൾ ഇനിയും ഒരുപാടുണ്ട്. പലരുടെയും ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് വളരെ പേടിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ തൽക്കാലം ഇത്രയും കമന്റുകൾ മതിയെന്ന് തോന്നുന്നു. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനിടയുണ്ട്. മീഡിയ കുറച്ചു കാലം ആഘോഷിച്ചതിനു ശേഷം ഇതിനെയും കൈവിടും. ഇത്തരം കമന്റുകൾ നൽകുന്ന പ്രോത്സാഹനവും മീഡിയ അറ്റൻഷനും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള വികലമായ കാഴ്ചപ്പാടുകളെ ഇങ്ങനെ തുറന്നു പറയാനുള്ള ധൈര്യവും ഇതുപോലുള്ള പ്രവൃത്തികളെ സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യവും ഇത്തരം ആളുകൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ബ്രേക്കപ്പിനെ തേപ്പാക്കി മാറ്റിയ സിനിമാക്കാർക്കും ടോക്സിക് ചിന്തകളെയും തേപ്പുകഥകളെയും കൊണ്ടാടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ആണത്തം എന്നാൽ ഇതാണെന്ന് കൗമാരക്കാരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ടോക്സിക് പേജുകൾക്കുമൊക്കെ ഒരു തരത്തിലുമുള്ള നിയന്ത്രണവും വെക്കാത്ത, പരാതികളെ അതിന്റെ സീരിയസ്നെസ്സിൽ എടുക്കാത്ത, നിയമങ്ങളെ വകവെക്കാത്ത നമ്മുടെ സിസ്റ്റം തന്നെയാണ് ഒരു കാരണം. ഇത്തരം വാർത്തകളെ പൊലിപ്പിച്ചു കാട്ടി യാഥാർത്ഥ്യത്തിൽ നിന്നും വഴിമാറ്റി വേണ്ടാത്തത് എന്തൊക്കെയോ ചിന്തിപ്പിച്ച് ബാധിച്ചവരെ ഫോട്ടോ സഹിതം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന കൂട്ടരാണ് മറ്റൊരു കാരണം. പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും മാന്യമായും ലോജിക്കലായും ചിന്തിക്കാൻ കഴിയില്ല. അതൊക്കെ അതിന്റെയും അപ്പുറത്തുള്ള എന്തോ ഒന്നാണെന്നുള്ള ചിന്താഗതിയാണ് അടുത്ത പ്രശ്നം. 2 വർഷത്തിനുള്ളിൽ 14ഓളം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ 14 തവണയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ പ്രണയം എന്നാൽ ഭ്രാന്താണ്, തേച്ചിട്ടല്ലേ കൊന്നത് തുടങ്ങിയ ഒരുപാട് കമന്റ്സും വന്നിട്ടുണ്ടാകും. ഇത്തരം ഭയാനകമായ ചിന്ത വെച്ച് പുലർത്തുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നാളെ ഇവരിൽ ഒരാളായിരിക്കും അടുത്ത വാർത്ത സൃഷ്ടിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലെ വിക്ടിമിനെ വെച്ച് സെൻസേഷണൽ ന്യൂസ് പടച്ചുവിടുന്ന മാധ്യമങ്ങളും ചാനലുകളും എന്തുകൊണ്ട് ഇത്തരക്കാരെ ഒരു തവണ പോലും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ വാർത്തയാകുന്നില്ല? എന്തുകൊണ്ട് ഇവരുടെ ഈ മെന്റാലിറ്റി വാർത്തയാകുന്നില്ല? ഓരോ തവണ ഇങ്ങനെ സംഭവിക്കുമ്പോഴും അതല്ലേ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്? ആ ചർച്ചകളും അതിൽ നിന്ന് വരുന്ന ആശയങ്ങളുമല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയുക. എന്താണ് ആരോഗ്യകരമായ പ്രണയം? എങ്ങനെയാണ് ബ്രേക്കപ്പിനെ നേരിടേണ്ടത്? ഇതൊക്കെ സ്കൂൾ തലം തൊട്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത്തരം ചർച്ചകളിലൂടെയേ കഴിയൂ. യൂട്യൂബ് ചാനലുകളും വാർത്താ മാധ്യമങ്ങളും അതുപോലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു. ഇനിയെങ്കിലും കുറച്ച് പക്വതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. ഇതുപോലുള്ള സംഭവങ്ങളെ സെൻസേഷണലൈസ് ചെയ്യുന്ന മീഡിയയെക്കുറിച്ചും ചാനലുകളെക്കുറിച്ചും ഇതുപോലുള്ള കമന്റ്സുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.